Hello my dear students, good morning and welcome back to Professional Business Skills. നമ്മൾ ഇന്ന് ഈ സബ്ജക്റ്റിന്റെ 23ാമത്തെ സെഷനാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ മോക്ക് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അങ്ങനെ ഒരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ നാപ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോക്ക് പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മളുടെ MHRDയുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ട് 7 IITസും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ ഒരുപാട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്ലാറ്റ്ഫോം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് കോഴ്സും ഇവർ തന്നെയാണ് കൊടുക്കുന്നത്. ആ രീതിയിൽ ഏകദേശം ഒരു 1200 കോഴ്സുകളോളം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 2016-20 കാലഘട്ടത്ത് ഒരു പുതിയതായിട്ട് 600 കോഴ്സുകൾ കൂടി ഇവർക്ക് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇവര് ശരിക്കും നമ്മുടെ ഈ മോക്ക് കോഴ്സുകളിൽ ഒരുപാട് ലെക്ചറിങ്സും അസൈൻമെന്റ്സും ടെസ്റ്റുകളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നാപ്റ്റൽ. ഇനി മോക്കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൺപൂർ IITK 2014 ഓപ്പൺ കോഴ്സ് ലാംഗ്വേജ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഓപ്പൺ സോഴ്സ് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലിനക്സ് ഒക്കെ നമ്മുടെ ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് ടെക്നോളജി ഉപയോഗിച്ച് ഫോം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മോക്ക് പ്ലാറ്റ്ഫോം വിത്ത് മോക്ക് കോഴ്സ് മോക്കിറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ തോതിലോട്ട് മാസീവ് ആയിട്ടുള്ള എന്ത് കോഴ്സ് വേണമെങ്കിൽ ഇതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക മോക്ക് കോഴ്സാണ് CMOOC എന്ന് പറയുന്നത്, കണക്ടിവിറ്റീസ് മോക്ക്. അതായത് ഏകദേശം 15 കോഴ്സുകളോളം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ലക്ഷത്തിന് മുകളിലായിട്ട് അതിൻ്റെ രജിസ്റ്റേർഡ് ലേണേഴ്സ് ഉണ്ട്. റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഇത് വളരെ സഹായമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ടിവിറ്റീസ് മോക്ക് CMOOC എന്ന് പറയുന്നത് വലിയ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ വലിയ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഹൈ ബാൻഡ് വിത്തുള്ള കണക്ടിവിറ്റി ഒന്നും ഇല്ലാതെ ഒരു ബേസിക് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ അവർക്ക് ഈ പറയുന്ന കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് അതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള അനലിറ്റിക്കൽ ഇന്റർഫേസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോക്ക് പ്ലാറ്റ്ഫോം പ്രൊവൈഡിങ് മോക്ക് കോഴ്സ് ഇതാണ് മോക്കിറ്റ്. ഓക്കെ, നമ്മളുടെ IIT കാൺപൂരിന്റെ മൂക്കിട്ട് പോലെ IIT മുംബൈയുടെ ഒരു മോക്ക് പ്ലാറ്റ്ഫോം ആണ് IIT ബോംബെ X. IIT ബോംബെ X ശരിക്കും ഒരു നോൺ പ്രോഫിറ്റ് മോക്ക് പ്ലാറ്റ്ഫോം ആണ്. ഇത് ഓപ്പൺ സോഴ്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ ഓപ്പൺ സോഴ്സ് ടെക്നോളജി ആയിട്ട് ഓപ്പൺ എഡെക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇൻ ദി ഇയർ 2014. ഇങ്ങനെ ഒരു മോക്ക് പ്ലാറ്റ്ഫോം IIT മുംബൈക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ MHRDയും അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി NME ICT ഇവരും കൂടി ചേർന്നിട്ടാണ് അതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 63 കോഴ്സുകൾ പല ഡിസിപ്ലിനിലായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് IIT ബോംബെ X. ഇനി നെക്സ്റ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോക്ക് പ്ലാറ്റ്ഫോം ആണ്. ഇത് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ MHRD ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്വയം. സ്വയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആൻഡ് സ്പെയറിംഗ് മൈൻഡ്സ്. ഇത് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശരിക്കും നമ്മളുടെ ഓഫ്ലൈൻ ഓൺലൈൻ എഡ്യൂക്കേഷനെ ബൈൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഏകദേശം 2000 കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ സ്വയത്തിലുള്ള കോഴ്സുകളും അറ്റൻഡ് ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് നേടാമെന്നുള്ളതാണ്. ഇത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ സ്വയത്തിലെ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ കോഴ്സിന് റിലേറ്റഡ് ആയിട്ട് ക്രെഡിറ്റ്സ് കിട്ടും. ആ ക്രെഡിറ്റ്സിനെ അവരുടെ ഈ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പഠിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ പഠിക്കുന്ന കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും അവരുടെ അറ്റൻഡ് ചെയ്ത കോഴ്സിന് വേണ്ടിയിട്ട്. അതാണ് ഈ സ്വയത്തിന്റെ ഒരു പ്രത്യേകത.
അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് ഒരുപാട് ലേണേഴ്സിനെ ഈ സ്വയത്തിലേക്ക് കോഴ്സ് അക്സെപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ സ്വയത്തിന്റെ കോഴ്സുകൾ നമ്മുടെ കോളേജിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഓക്കെ, നമ്മളുടെ MHRDയുടെ സ്വയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനെ അട്രാക്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ് അതിൻ്റെ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്. സ്വയത്തിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ലേണേഴ്സിന് അവർക്ക് ആ കോഴ്സിന് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ക്രെഡിറ്റിനെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഈ പറയുന്ന പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് അവരുടെ സർട്ടിഫിക്കേഷൻ നേടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ സ്വയം ഓഫർ ചെയ്യുന്ന കോഴ്സസ് സ്കൂൾസ് തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ആയിട്ട് കോഴ്സ് പഠിക്കാനും ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും ഇത് ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നതാണ്. സ്കൂൾ തലത്തിൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിക്കുന്നവർക്ക്, ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നവർക്ക്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അങ്ങനെ എല്ലാ ലെവലിലുള്ള കുട്ടികളുടെ കാൻഡിഡേറ്റ്സിനും സപ്പോർട്ടീവ് ആയിട്ടുള്ള കോഴ്സസ് ആണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ സ്വയത്തിന്റെ കോഴ്സിന് നമുക്ക് കുറച്ച് പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ റെസ്പോൺസിബിലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 6 ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സ്വയം കൊടുത്തിരിക്കുന്നത്. അത് NCERT, പിന്നെ നമ്മളുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇത് രണ്ടും നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിലെ സ്കൂൾ കുട്ടികൾ സ്വയത്തിൽ പഠിക്കുന്ന കോഴ്സിന് സർട്ടിഫൈ ചെയ്യാനുള്ള പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്കൂൾ, അതായത് ഓപ്പൺ സ്കൂൾ പോലെയുള്ള തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വയത്തിൽ കോഴ്സ് ചെയ്യുമ്പോൾ IGNOU ആണ് അവർക്ക് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻസിന് നമ്മുടെ CEC, ദാറ്റ് ഈസ് കൺസോർഷ്യം ഓഫ് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പം നമ്മൾ ടെലിവിഷൻ വഴിയൊക്കെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് CEC പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ CEC ആണ് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനിലുള്ള കുട്ടികൾക്ക് സ്വയത്തിൽ കോഴ്സ് ചെയ്യുമ്പോൾ അതിനുള്ള സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പോസ്റ്റ് ഗ്രാജുവേഷന് നമ്മുടെ UGC ഡയറക്റ്റ് ആയിട്ടാണ് സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് സ്വയം കോഴ്സ് ചെയ്യുമ്പോൾ NAPTELും, മാനേജ്മെന്റ് സ്റ്റുഡൻസ് സ്വയം കോഴ്സ് ചെയ്യുമ്പോൾ IIMB, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ബാംഗ്ലൂർ, അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ 6 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് സ്വയം എന്ത് ചെയ്തിട്ടുള്ളത്, റെസ്പോൺസിബിലിറ്റി പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും സ്വയത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ മോക്ക് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. അത് രഹസ്യ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതണം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ ലേണിംഗ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി. നമ്മളുടെ സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് ലേണിംഗ് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഇന്ത്യയില് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ ലേണിങ്ങിനെ ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ശരിക്കും ലേണിംഗ് ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശരിക്കും ഈ സർവീസ് സെക്ടറിൽ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ GDPനെ അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ഇപ്പൊ ഒരു കാലഘട്ടം വരെ നമ്മളുടെ GDPനെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ഈവൻ വേൾഡ് എക്കോണമീനെയും ഒരുപാട് കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു സ്വഭാവം മാറിയിട്ട് ലേണിംഗ് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ് കൂടുതലായിട്ട് GDPനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ മാർക്കറ്റിൽ. കാരണം ഇപ്പൊ കറന്റ്ലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ മാർക്കറ്റിൽ ലേണിംഗ് എന്ന സർവീസ് ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് ഏകദേശം $100 ബില്യൺ
ഒരു എസ്റ്റിമേഷനാണ് കാണുന്നത്. അത് 2025 ആകുമ്പോഴേക്കും, ഇപ്പം നമ്മൾ 2020 വന്നേക്കുന്നത്, ഇനി ഒരു 5 വർഷം ആകുമ്പോഴേക്കും അത് ഏകദേശം $250 ബില്യൺ കൂടുമെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയാണ് ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ വേൾഡിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത് ഇന്ത്യയിലാണ്. കാരണം വേൾഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മുടെ ഇ ലേണിംഗ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും ഒരു ബൂമിംഗ് തന്നെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഈ ഇ ലേണിംഗ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യനെ നോക്കി കാണുമ്പോൾ നമ്മൾ പറഞ്ഞു വേൾഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. ഇവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സിനാരി ഇങ്ങനെയാണ് വരുന്നത്. ഏകദേശം 6 മുതൽ 17 വയസ്സ് വരെ ഒരു 310 മില്യൺ സ്റ്റുഡൻസ് ആണ് എഡ്യൂക്കേഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ളത്, എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ശരാശരി ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഒരു ഫോർമൽ എഡ്യൂക്കേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് അറ്റ് ദ ഏജ് ഓഫ് 6 ആണ്. പിന്നെ പോരാത്തതിന് നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് പുതിയൊരു പോളിസി ഇറക്കിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, RTE. According to this right, any child from the age to 14 can have the fundamental right to get educated, and that too in free of cost. സൗജന്യമായിട്ട് 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം, പ്രാഥമിക അവകാശം ഈ ഒരു റൈറ്റിലൂടെ കിട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളുടെ ഇവിടെ വളരെയധികം ബൂമിംഗ് ആണ്. ഏകദേശം 29 മില്യൺ പെർ ഇയർ നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ കുട്ടികളെ എൻറോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. UGC അതിലേക്ക് വേണ്ടിയിട്ട് 2016 കണക്ക് പ്രകാരം ഏകദേശം 751 യൂണിവേഴ്സിറ്റീസും അതിൻ്റെ കീഴിൽ 35,539 കോളേജസും അതിലേക്ക് വേണ്ടി നമ്മുടെ കൺട്രി വൈഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ 29 മില്യൺ സ്റ്റുഡൻസ് ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നതിൽ ഒരു ക്വാർട്ടർ കോൺട്രിബ്യൂഷൻ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയും ഫോം ചെയ്യാണ്. അതാണ് നമ്മുടെ ഇന്ത്യയിലത്തെ ലേണിംഗ് എഡ്യൂക്കേഷൻ മാർക്കറ്റിൻ്റെ ഒരു സിനാരിയോ. ഈ സിനാരിയോയുടെ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് നമ്മളുടെ ഇ ലേണിങ്ങിൻ്റെ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് മുന്നോക്കി കാണുകയാണ്. അപ്പോൾ അവരെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതിന് ഡിമാൻഡായിട്ട് വരുന്ന കോഴ്സിൻ്റെ മെറ്റീരിയൽസ്, സിലബസ്, കോഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫീൽഡ് എക്സ്പേർട്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത്, ഈവൻ ഒരുപാട് ഫോറിൻ എഡ്യൂക്കേറ്റേഴ്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ഫോം ചെയ്യുന്ന തിരക്കിലാണ്. അതിലൂടെ ഈ ഒരു ഇ ലേണിംഗ് സർവീസ് ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഇ ലേണിംഗ് സർവീസ് ഇൻഡസ്ട്രിയുടെ ആ ഒരു സിനാരിയോ ഒരു ഗ്ലോബൽ ലെവലിൽ നോക്കുമ്പോഴും വലിയ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല. ഒരുപാട് ഹ്യൂജ് ഫണ്ടുകൾ, ഗ്ലോബൽ പ്ലെയേഴ്സ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് പല ഡിഫറെൻറ്റ് കൺട്രീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം ഒരുവിധ എല്ലാ കൺട്രീസിലും, അത് ഡെവലപ്പ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസിലും ഈവൻ അണ്ടർ ഡെവലപ്പ് കൺട്രീസിലും ചെറുതായിട്ട് ഈ പറയുന്ന ഇ ലേണിംഗ്, ഓൺലൈൻ കോഴ്സസ്, ഓൺലൈൻ എഡ്യൂക്കേഷൻസിനൊക്കെ അവിടുത്തെ എല്ലാ ഗവൺമെൻറ്സും ഒരുപോലെ തന്നെ ഫേവറബിൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്.
അതിനു വേണ്ടി ഗവൺമെന്റ്സ് പുതിയ പല നല്ല പോളിസീസും അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലോബൽ പ്ലേയേഴ്സിന് ഒരുപാട് ഫണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇറക്കി അതിൻ്റെ റിട്ടേൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ പല കോർപ്പറേറ്റ് സെക്ടേഴ്സും അവരുടെ എംപ്ലോയീസിന് ഇതുപോലെ ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെയൊക്കെ അവരെ കുറെ കൂടി എക്വിപ്ഡ് ആക്കി അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള രീതിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഇ ലേണിംഗ് സർവീസ് ഇൻഡസ്ട്രി എന്തുകൊണ്ടും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെക്കാട്ടിലും കൂടുതലായിട്ട് ഇപ്പോൾ ഏതൊരു കൺട്രിയുടെയും GDP-നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മൊത്തത്തിൽ കാണപ്പെടുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ.